ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണിമയും നന്ദഗോപനും കൂടി അഞ്ജനയെ കാണാൻ ചെല്ലുന്ന സമയത്ത് അഞ്ജനയ്ക്ക് അതൊരു വലിയ ആശ്വാസമാവുകയാണ്. അങ്ങനെ നന്ദഗോപൻ അഞ്ജനയോട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജന അരുണിമയോട് മാപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് അഞ്ജന അരുണിമയോടും നന്ദഗോപനോടും ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എൻ്റെ റാണി മോളെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം. എനിക്കെൻ്റെ മോളുടെ കൂടെ കുറച്ചു കാലമെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ്. അതിന് നിങ്ങൾ എങ്ങനെയെങ്കിലും സാധിച്ചു തരണമെന്ന് അഞ്ജന പറയാട്ടോ. എൻ്റെ മോൾക്ക് ഇപ്പോൾ അമ്മ മാത്രമുള്ളൂ എന്ന് അഞ്ജന പറയുന്ന സമയത്ത് നന്ദഗോപൻ പറയാണ്, അമ്മ മാത്രമല്ലല്ലോ, അച്ഛനും കൂടി ഉണ്ടല്ലോ. എൻ്റെ മോളാണ് റാണി മോള് എന്നുള്ളത് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ഇനി ഞാൻ മോളെ കണ്ടെത്തിയ ശേഷം എല്ലാവരോടും പറയും റാണി മോള് എൻ്റെ മോളാണെന്നുള്ളത് എന്ന് പറയട്ടോ. ഞാൻ എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചല്ലേ ഇക്കാര്യം പറയുന്നത് എന്ന് അഞ്ജനയോട് പറയാണ്. അപ്പോഴൊക്കെ അരുണിമയ്ക്ക് ഒരു ദേഷ്യവും ഇല്ലാതെ തന്നെയാണ് കേട്ടോ, സഹതാപത്തോടു കൂടി തന്നെയാണ് അഞ്ജനയോട് പെരുമാറുന്നത്. അങ്ങനെ അഞ്ജന പറയണ അത്ര വലിയ കാര്യം ചെയ്യേണ്ട, കാരണം നിങ്ങളിപ്പോൾ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ്, പിന്നെ വീട്ടിലുള്ളവരൊന്നും അത് അംഗീകരിക്കുകയുമില്ല എന്ന് പറയുമ്പോൾ അരുണിമ പറയാണ്, വീട്ടിലുള്ളവരോടെല്ലാം റാണി സ്വന്തം മകളാണെന്നുള്ള സത്യം നന്ദേട്ടൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയണം. എങ്കിലും ആരെയും അറിയിക്കേണ്ട എന്ന് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്ക് എൻ്റെ മോളെ എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ മാത്രം മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയണേ. അങ്ങനെ നന്ദഗോപൻ ചോദിക്കുന്നുണ്ട്, റാണി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും, പക്ഷേ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും എന്നൊക്കെ നന്ദഗോപൻ പറയണ. അതുപോലെ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, കാരണം കമ്മീഷണറാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കമ്മീഷണറുടെ കസ്റ്റഡിയിലുണ്ടോ റാണി മോള് എന്നുള്ളത് കൂടി എനിക്കിനി അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ നിന്നെ എങ്ങാനും വിളിക്കാറുണ്ടോ കമ്മീഷണർ ഹേമചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടനെ കുറിച്ച് ഒരു വിവരവും ഇപ്പോൾ എനിക്കുമില്ല. ആദ്യങ്ങളിലൊക്കെ ഏട്ടൻ എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് ഏട്ടന് വല്ലാത്ത കുറ്റബോധവും സങ്കടവുമാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നന്ദ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെയൊക്കെ പ്രധാന ആണി ആ കമ്മീഷണറാണ്, ഹേമചന്ദ്രനാണ്. എൻ്റെ കുടുംബത്തോട് ഇപ്പോഴും ഓരോ ദ്രോഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പൂജയോടും അർജുനോടും ഇപ്പോഴുമാണ് അവന് ദ്രോഹിക്കുന്നത് എന്ന് പറയും. എന്താണ്, എനിക്കൊന്നും കാര്യം മനസ്സിലായില്ലല്ലോ എന്ന് അഞ്ജന പറയുമ്പോൾ അരുണിമ പറയാണ്, എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം, ഞങ്ങൾ ഇനിയും ഇവിടേക്ക് വരും. ഇപ്പോൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കമ്മീഷണർ ഹേമചന്ദ്രൻ അഞ്ജനയെ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ എന്നെ വിളിച്ച് അറിയിക്കണം. എനിക്ക് നേരിട്ട് കാണണം കമ്മീഷണറെ. ഹേമചന്ദ്രനെ എനിക്ക് നേരിട്ട് കണ്ട ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് നന്ദഗോപനും അരുണിമയും കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജന റൂമിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടേക്ക് അരവിന്ദൻ വരുന്നത്. എന്നിട്ട് അരവിന്ദൻ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും കേട്ടോ, സംസാരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നിനക്കിപ്പോൾ പുതിയ അവകാശികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എളുപ്പത്തിൽ എന്നെ ഒഴിവാക്കാനൊക്കെ നിനക്ക് സുഖമായിരിക്കുമല്ലോ, പഴയ കാമുകനല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കിയ മട്ടിൽ അഞ്ജനയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അവരൊക്കെ നല്ല മനുഷ്യർ തന്നെയാണ്, പ്രത്യേകിച്ചും ആ അരുണിമയുടെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സാണ്. അവർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കാനും തന്നെയാണ് ഇപ്പോൾ അവർ എവിടേക്ക് വന്നിട്ടുള്ളത്. ഇനി എന്നെ ഉപദ്രവിക്കുന്നത് ആരാണ്, അവരും കൂടി കഷ്ടപ്പാടുകൾ അനുഭവിക്കും, അവരെ ഇനി വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഭീഷണി സ്വരത്തിലാണ് അഞ്ജന അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, നീ എന്താടി എന്നെ പേടിപ്പിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. ആരുമില്ലാത്ത എനിക്കിപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പഴയ അഞ്ജനയല്ല, പുതിയ ഒരു അഞ്ജന തന്നെയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ആ വീട്ടിൽ പോയാൽ നിങ്ങളല്ല ഇനി അവിടെ ഭരിക്കാൻ പോകുന്നത്, ഞാനാണ്. ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് ഇനി അവിടെ നിങ്ങൾ ജീവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് കളയാനും ഇപ്പോൾ സാധ്യതയുണ്ടല്ലോ എന്ന് പറയും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് തന്നെയാണ് അവരുടെയൊക്കെ തീരുമാനവും. അതുകൊണ്ട് നിങ്ങളത് അംഗീകരിച്ച് ഞങ്ങളെ കൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞ് അഞ്ജന അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജന അരവിന്ദനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ റാണി മോള് എൻ്റെ ജീവിതത്തിലേക്ക് വരും. ഇത്രയും കാലം ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അതിന് തയ്യാറല്ല. ഇനിയെങ്കിലും എനിക്ക് സന്തോഷത്തോടു കൂടി കുറച്ചു കാലമെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി അതിന് ആര് തടസ്സം നിന്നാലും ഈ അഞ്ജന ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ കുറച്ച് ഭീഷണി സ്വരത്തിൽ അരവിന്ദനോട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അരവിന്ദനൊരു ചെറിയ പേടി വരികയാണ് കേട്ടോ. ഇനി മുതൽ ഇവളോട് നല്ലതുപോലെ നിന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന് അരവിന്ദൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അഞ്ജന അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അർജുൻ്റെ വീട്ടിലേക്ക് സ്നേഹയും അഖിലും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ
മാധുരി അമ്മയും കനകേച്ചിയും അച്ഛമ്മയൊക്കെ ഉണ്ടാവും. അങ്ങനെ പൂജയോട് സംസാരിക്കുകയാണ്. പൂജയോട് പറയുകയാണ്, അർജുനേട്ടനെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളുമുള്ള പെൻ ഡ്രൈവാണ് ഇത്. ഇതിൽ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CCTV ഫൂട്ടേജ് അടക്കം സ്വാതിയുടെ വോയിസും എല്ലാം ഇതിലുണ്ട് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഇതിനൊക്കെയുള്ള ഫീസ് അജുവേട്ടൻ പുറത്തിറങ്ങിയ ശേഷം സ്നേഹ നിനക്ക് തരാമെന്ന് പറയട്ടോ. അപ്പോൾ സ്നേഹ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൂജേച്ചി. അർജുനേട്ടനോട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇനിയെങ്കിലും ആളുകളെ തിരിച്ചറിയാനുള്ളത്. അർജുനേട്ടന് എല്ലാവരെയും കാണുമ്പോൾ സഹതാപം തോന്നാതെ ആളുകളെ തിരിച്ചറിഞ്ഞാൽ മതി എന്ന് അജുവേട്ടനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ പൂജയും സ്നേഹയും അഖിലും കണ്ടെത്തുകയാണ്. അർജുനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തിറക്കാനുള്ള എല്ലാ നടപടികളും ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പൂജ എല്ലാവരോടും പറയുന്നത്. കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ അന്ന് തന്നെ അജുവേട്ടൻ ഈ വീട്ടിലുണ്ടാവും. അജുവേട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് വേണം കുഞ്ഞിന് നൂല് കെട്ടാൻ എന്നൊക്കെ പറയണം. അങ്ങനെ പൂജയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവുകയാണ്. ഈ സമയത്ത് പ്രിയ ആണെങ്കിലോ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് മധു ആൻറ്റി പ്രിയയെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രിയ മധു ആൻറ്റിയെ കാണുന്നുണ്ട്. അങ്ങനെ മധു ആൻറ്റി കാണാൻ വേണ്ടിയിട്ട് തന്നെ പ്രിയ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു സുഹൃത്തിന് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മധു ആൻറ്റിയുടെ വിചാരം പ്രിയ എന്നെ കാണുന്നില്ല എന്നാണ്. പക്ഷേ പ്രിയയല്ലേ ആള്. പ്രിയ മധു ആൻറ്റി വരുന്നതും മധു ആൻറ്റി നിരീക്ഷിക്കുന്നതും എല്ലാം തന്നെ പ്രിയ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ മധു ആൻറ്റി കാണാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ സുഹൃത്തിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ മധു ആൻറ്റി മനസ്സിൽ കരുതുന്നുണ്ട്, ഇന്നത്തോടു കൂടി നിന്റെ കള്ളത്തരം ഞാൻ കണ്ടെത്തും. ഈ മധു ആരാണെന്നുള്ളത് നീ അറിയും. നീ ആർക്കാണ് ഫോൺ ചെയ്തത് എന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ അങ്ങനെ മധു ആൻറ്റി സ്വയം മനസ്സിൽ പറയട്ടോ. അങ്ങനെ പ്രിയ ഫോൺ വെച്ച ശേഷം മധു ആൻറ്റി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ, അല്ല ആരാ, മധു ആൻറ്റി ആണോ അത് എന്ന് ചോദിക്കും. ആ എന്താ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്? അല്ല ഞാനിവിടെ ഒന്ന് തൂത്തുവാരാലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ചൂലൊന്നുമില്ലല്ലോ. ആ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിൽ ചൂലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മധു ആൻറ്റി അവിടെ നിന്ന് വഴുതി മാറുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയയല്ലേ ആള്. പ്രിയ എല്ലാം മനസ്സിലാക്കിയിട്ട് എങ്കിൽ എന്നാൽ മധു ആൻറ്റിയുടെ പണി നടക്കട്ടെ എന്നും പറഞ്ഞ് പ്രിയ അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ പ്രിയ ഫോൺ കൊണ്ടുപോവാതെ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ മധു ആൻറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയ അങ്ങനെ ചെയ്യുന്നത്. പ്രിയ പെട്ടെന്നൊന്നും ആർക്കും തന്നെ പിടികൊടുക്കുന്നില്ല. പ്രിയയുടെ ഒരു കള്ളത്തരവും ആർക്കും പെട്ടെന്നൊന്നും കണ്ടെത്താനും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ മധു ആൻറ്റി പ്രിയയുടെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പ്രിയ ആർക്കാണ് ഫോൺ വിളിച്ചത്, ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടെത്താം എന്നുള്ള ചിന്തയോടുകൂടി മധു ആൻറ്റി ആ ഫോൺ എടുക്കാൻ കേട്ടോ പ്രിയയുടെ. പിന്നീട് പൂജയെ കാണാൻ വേണ്ടി നന്ദഗോപൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ പൂജയോട് നന്ദഗോപൻ പറയാണ്, എനിക്ക് അർജുനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. എൻ്റെ മനസ്സിലിപ്പോൾ അത്രയ്ക്ക് ബലക്കുറവുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. മോളെ എനിക്ക് ഒരു തരത്തിലും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മോളെ ഇക്കാര്യത്തിലും എനിക്ക് നിസ്സഹായതയോട് കൂടിയിട്ടാണ് നിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ നന്ദഗോപൻ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നന്ദഗോപൻ പൂജയോട് പറയുന്നുണ്ട്, അർജുന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതുപോലെ വാദിക്കാൻ കഴിയുന്നത് മോൾക്കാണ്. അതുകൊണ്ട് നിന്റെ കൂടെ ഈ അച്ഛൻ എന്തിനും ഏതിനും ഉറപ്പായും ഉണ്ടാവും. അതുകൊണ്ട് മോള് വേണം അർജുനെ പുറത്തിറക്കാൻ വേണ്ടി വാദിക്കേണ്ടത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പൂജ തന്നെയാണ് കേട്ടോ അർജുനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പൂജ വീട്ടിലെത്തിയ ശേഷം അർജുനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളൊക്കെ സ്വയം വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോട്ടൊക്കെ ഇട്ട ശേഷമാണ് വാദിക്കുന്നത്. അപ്പോൾ അച്ഛമ്മയും മാധുരി അമ്മയും ഇതൊക്കെ കണ്ടും കൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ പൂജ അവർ വരുന്നതൊന്നും കാണുന്നില്ല. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളും പറഞ്ഞിട്ട് പൂജ അർജുനെ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രാക്ടീസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂജയുടെ വാദം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അച്ഛമ്മയെയും മാധുരി അമ്മയും കാണുകയാണ്. അങ്ങനെ അവർ കൈയടിക്കാൻ കേട്ടോ. നന്നായിട്ട് തന്നെ മോള് ഇപ്പോൾ വാദിച്ചു. അതുകൊണ്ട് ഉറപ്പായും അർജുൻ നാളെ പുറത്തിറങ്ങുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മോള് ഓരോ പോയിന്റുകളും അത് കേൾക്കുമ്പോൾ തന്നെ ഉറപ്പായും അർജുന് ജാമ്യം കിട്ടും എന്നൊക്കെ അവർ പറയാണ്. പിന്നീട് മധു ആൻറ്റിയും വസന്തനും ഒക്കെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. എന്നിട്ട് പൂജ പറയുന്നുണ്ട് എല്ലാവരോടും, നാളെ ഇവിടെ നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് നടക്കാൻ പോകുന്നത്. അജുവേട്ടനെ ഉറപ്പായും നമ്മൾ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് മധു ആൻറ്റിയോടും വസന്തനങ്ങളോടും അച്ചമ്മയോടും മാധുരിയോടും ഒക്കെ
കനകേച്ചിയോടൊക്കെ കൂടിയിട്ട് പൂജ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് വക്കീൽ സ്വാതിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് സ്വാതിയോട്, നീ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത് സൂക്ഷിച്ചു വേണം പറയാൻ, കാരണം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. നിന്റെ വാക്കുകൾ പിഴച്ചു പോയാൽ പിന്നെ നമ്മൾ കെട്ടിപ്പടുത്തതെല്ലാം തന്നെ തകർന്നു വീഴും. അർജുനെ ചതിച്ചതാണെന്നുള്ളത് കോടതിക്ക് വ്യക്തമാവും. അതുകൊണ്ട് നീ ഓരോ വാക്കുകളും പറയുമ്പോഴും സൂക്ഷിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞ് സ്വാതിയെ വക്കീൽ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അർജുനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പൂജ ഓരോന്നും കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ കോടതിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ പോവാൻ നിൽക്കണം കേട്ടോ.